3, 2, 1. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ആരോഗ്യമുള്ള പശുക്കിടാവ് നാളത്തെ ക്ഷീരകർഷകന്റെ സമ്പാദ്യം. നിങ്ങളുടെ കന്നുകുട്ടികളുടെ ഭാവി ഒരു മികച്ച പശുവായി മാറണമോ അതോ എപ്പോഴും അസുഖം വരുന്ന ഒന്നായി തീരണമോ? ഇത് തീരുമാനിക്കുന്നത് പ്രസവശേഷം ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. പ്രസവശേഷം 2 മണിക്കൂർ മാത്രം മതി നിങ്ങളുടെ കന്നുകുട്ടികളുടെ ജീവിതം മാറ്റിമറിക്കാൻ. ഒരു കന്നുകുട്ടി ജനിച്ചതു മുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ഒരു പശു ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ കന്നുകുട്ടികളുടെ പരിചരണം നമ്മൾ നോക്കേണ്ടതുണ്ട്. ജനന സമയത്തെ പരിചരണം. ശ്വാസം ഉറപ്പാക്കുക. കുട്ടി ജനിച്ച ഉടൻ മൂക്കിലെയും നാവിലെയും സ്രവങ്ങൾ നീക്കം ചെയ്യുക. തനിയെ ശ്വസിക്കുന്നില്ലെങ്കിൽ നെഞ്ചിൽ പതുക്കെ തടവി കൊടുക്കുക. അമ്മയെ കൊണ്ട് നക്കിക്കുക. തള്ളപ്പശു കുട്ടിയെ നക്കി തുടയ്ക്കുന്നതും രക്ത ഓട്ടം വർദ്ധിപ്പിക്കാനും കുട്ടികൾക്ക് ഉന്മേഷം നൽകാനും സഹായിക്കും. അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുകയും കന്നുകുട്ടി സുരക്ഷിതത്വം അനുഭവിക്കുകയും ഇതിലൂടെ ചെയ്യുന്നു. പൊക്കിൾക്കൊടിയിൽ അയോഡിൻ ലായനി പുരട്ടുക. ശുദ്ധമായ നൂലുകൊണ്ട് കെട്ടുന്നത് നന്നായിരിക്കും. തിളപ്പിച്ച വെള്ളത്തിലിട്ട കത്രിക കൊണ്ട് പൊക്കിൾക്കൊടി പതുക്കെ കട്ട് ചെയ്യുക. എവിടെയാണ് പൊക്കിൾക്കൊടി കെട്ടേണ്ടത്? വയറിനോട് ചേർന്നുള്ള ഭാഗത്ത് നിന്ന് ഏകദേശം 1-2 ഇഞ്ച് താഴെയായി നൂൽ ഉപയോഗിച്ച് കെട്ടി പതുക്കെ കത്രിക കൊണ്ട് കട്ട് ചെയ്യുക. ആദ്യത്തെ മുലപ്പാൽ. അരമണിക്കൂറിനുള്ളിൽ മുലപ്പാൽ നൽകിയിരിക്കണം. പ്രസവിച്ച് അരമണിക്കൂറിനുള്ളിൽ തന്നെ സീംപാൽ അഥവാ കന്നിപ്പാല് നൽകുന്നത് നല്ലതാണ്. ഇതിലാണ് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളത്. ഇതിന് കന്നിപ്പാൽ നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. ഒരു പശുക്കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണിത്. ഇതിന്റെ ഗുണങ്ങൾ ഇവയാണ്. പശുക്കുട്ടിയുടെ പ്രതിരോധ കവചം. കന്നിപ്പാലിലുള്ള ഇമ്മ്യൂണോ ഗ്ലോബുലുകൾ പശുക്കുട്ടികളുടെ രക്തത്തിൽ കലരുകയും മാരകമായ അസുഖങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് വയറിളക്കം, ന്യൂമോണിയ പോലുള്ള രോഗത്തിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. കന്നിപ്പാൽ നൽകുന്നതിലൂടെ ആദ്യത്തെ മലവിസർജനം സുഗമമാക്കുന്നു. പശുക്കുട്ടിയുടെ വയറ്റിലുള്ള ആദ്യത്തെ വിസർജ്യമായ മൊക്കോണിയം പുറന്തള്ളാൻ കന്നിപ്പാൽ ഒരു സുരക്ഷിത ഔഷധമായി പ്രവർത്തിക്കുന്നു. ഇത് കുടലിനെ വൃത്തിയാക്കാൻ സഹായിക്കുന്നു. ഇനി എത്ര അളവിൽ നമ്മൾ സീംപാൽ അഥവാ കന്നിപ്പാൽ നൽകണം? സാധാരണയായി കുട്ടിയുടെ ശരീരത്തിന്റെ 10% സീംപാൽ ആദ്യ 24 മണിക്കൂറിനുള്ളിൽ നൽകിയിരിക്കണം. ആദ്യ ആഴ്ച. ആദ്യത്തെ 2 ആഴ്ചകൾ പാൽ മാത്രം നൽകുക. 2ാമത്തെ ആഴ്ച മുതൽ പതുക്കെ ഖരരൂപത്തിലുള്ള തീറ്റ, കാൽഫ് സ്റ്റാർട്ടർ പരിചയപ്പെടുത്തണം. ഇത് ആമാശയത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കും. പച്ചപ്പുല്ല്. 1 മാസം പ്രായമാകുമ്പോൾ മുതൽ ചെറിയ അളവിൽ ഇളം പുല്ല് നൽകി തുടങ്ങാം. ആരോഗ്യ പരിരക്ഷയും മരുന്നുകളും. വിരയിളക്കൽ. ജനിച്ച് 10ാം ദിവസം ആദ്യത്തെ വിരമരുന്ന് നൽകണം. പിന്നീട് 6 മാസം വരെ എല്ലാ മാസവും വിരയിളക്കുന്നത് വളർച്ച വേഗത്തിലാക്കും. കുളമ്പ് രോഗം, ചപ്പരോഗം എന്നിവയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പുകൾ കൃത്യസമയത്ത് നൽകുക. മൃഗഡോക്ടറുടെ നിർദ്ദേശം നേടുന്നത് ഉചിതമാണ്. ശുചിത്വം. കന്നുകുട്ടിയെ കെട്ടുന്ന ഇടം എപ്പോഴും നനവില്ലാത്തതും വൃത്തിയുള്ളതുമായിരിക്കണം. ധാരാളം ശുദ്ധജലം കുടിക്കാൻ എപ്പോഴും ലഭ്യമാക്കണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളും. നമ്മുടെ കന്നുകുട്ടികൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ നമ്മുടെ കന്നുകുട്ടികളെയും അമ്മമാരെയും സുരക്ഷിതമായി നിരീക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. ഇതുപോലെയുള്ള യൂസ്ഫുള്ളായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക.